പണമൊഴുകുന്ന രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ തലപ്പത്തെത്താൻ ജയ് അമിത് ഭായ് ഷാ എന്ന ഗുജറാത്തുകാരന് യോഗ്യത എന്താണെന്ന് ചോദിക്കരുത്. അച്ഛൻ അധികാരത്തിലേറും മുമ്പുള്ള പൂർവ്വകാലത്ത് ക്രീസിൽ എന്നല്ല കളിയുടെ നാലയലത്ത് പോലും എത്താത്ത ഒരാൾ ലോക ക്രിക്കറ്റിനെ നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണെന്നും പുരികം ചുളിക്കരുത്. കളിയുടെ ഭരണം കൈയാളാൻ ജയ് ഷാ എന്ന 36-കാരനുള്ള ഏക യോഗ്യത അയാൾ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മകനാണെന്നതാണ്. 4 വാക്ക് നേർക്കുനിന്ന് പ്രസംഗിക്കുന്നത് പോട്ടെ, നോക്കി വായിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരാൾ കളിയെ അടക്കി ഭരിക്കുന്ന ചക്രവർത്തി കസേരയിൽ ഇരിക്കുന്നത് സ്വജനപക്ഷപാതിത്വത്തിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇങ്ങനെയൊക്കെ അധികാര സ്ഥാനത്തെത്തിയാലും ശേഷം കാര്യങ്ങളെ അല്പമെങ്കിലും നീതിയുക്തമായി സമീപിക്കുമെന്ന് കരുതുന്നത് തെറ്റാണോ? എന്നാൽ ജയ് ഷായുടെ ഉള്ളിൽ വേരോടിയതെന്ന് കരുതുന്ന വെറുപ്പിന്റെ ബൗൺസറുകളാണിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വർത്തമാനം. ജെന്റിൽമാൻ സ്പോർട്സിന്റെ പോപ്പിംഗ് ക്രീസിലേക്ക് പാഞ്ഞെടുക്കുന്നത് വിവേചനത്തിന്റെ വിഷമുള്ളുകളാണെങ്കിൽ അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. മുഹമ്മദ് സിറാജ്, ആ പേര് പോലും ജയ് ഷായെ അസ്വസ്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ്? എഡ്ജ് ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന 2ാം ടെസ്റ്റിൽ ഇന്ത്യ ചരിത്ര വിജയമാണ് നേടിയത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാതെ ആദ്യമായി ഇറങ്ങിയ ഇന്ത്യൻ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചവർ ഏറെയുണ്ട്. ശുഭ്മാൻ ഗില്ലും രവീന്ദ്ര ജഡേജയും ഋഷഭ് പന്തും ഇന്ത്യക്ക് മികച്ച സ്കോറാണ് സമ്മാനിച്ചതെങ്കിൽ ബൗളർമാരായ ആകാശ് ദീപും മുഹമ്മദ് സിറാജുമാണ് ഇംഗ്ലീഷ് ബാറ്റർമാരെ വരിഞ്ഞു കെട്ടിയത്. എന്നാൽ മുഹമ്മദ് സിറാജിന്റെ പ്രകടനം മാത്രം ഇന്ത്യക്കാരനായ ICC ചെയർമാന്റെ കണക്കിലില്ല. ടീമിനെ അനുമോദിച്ച് ICC ചെയർമാൻ ജയ് ഷാ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ സിറാജിന്റെ പേരില്ല. ഇന്ത്യൻ ബൗളിംഗ് നിരയിലെ കുന്തമുനയായ ജസ്പ്രീത് ബുംറ ഇല്ലാതെ കളിക്കാൻ ഇറങ്ങിയ ബൗളിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിച്ചത് സിറാജാണ്. സഹതാരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയും ചേർത്തു നിർത്തിയും അയാൾ ബൗളർമാരുടെ ലീഡറായി. ആദ്യ ഇന്നിംഗ്സിൽ താരം നേടിയത് 6 വിക്കറ്റുകൾ, 2ാം ഇന്നിംഗ്സിൽ ആദ്യ വിക്കറ്റും നിർണായകമായ 2 ക്യാച്ചുകളും. എന്നാൽ ജയ് ഷാക്ക് ഇതൊന്നും തന്റെ അനുമോദനത്തിനുള്ള മാനദണ്ഡമായില്ല. ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ നിരന്തരം പ്രതിരോധത്തിലാക്കിയ സിറാജിനെ ഒരു കുറിപ്പ് കൊണ്ടുപോലും അംഗീകരിച്ചില്ല. മത്സരത്തിന് ശേഷം ഇന്ത്യൻ ബൗളിംഗ് പരിശീലകനായ മോണി മോർക്കൽ സിറാജിന് അർഹിച്ച പരിഗണന ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉന്നയിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. ബാറ്റർമാരെ തുണക്കുന്ന പിച്ചിൽ പൊരുതി നേടിയ 7 വിക്കറ്റുകൾ അനുമോദനം അർഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് അഭിനന്ദിക്കേണ്ടതെന്നാണ് ജയ് ഷായോട് സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത്. കായിക വിനോദങ്ങളിൽ പോലും മെറിറ്റിന് പകരം മറ്റു പലതും തേടുന്ന പുതിയ കാല ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ്. ക്രിക്കറ്റുമായി പുലബന്ധം പോലുമില്ലാത്തവർ ബോർഡിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനാവില്ലല്ലോ.